ഓക്കെ, ഫേസും ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്ത സ്ക്രീനും കൃത്യമായിട്ട് കാണാമെങ്കിൽ കമന്റ് ബോക്സിൽ ഓക്കെ പറയാട്ടോ. കമന്റ് ബോക്സിൽ കൊടുക്കുക. 13 പാർട്ടിസിപ്പൻസ് ഉള്ളൂ. അർച്ചന, ഋതിക, മായ, മിനി ബാലൻ, രമ, റംല, രേഷ്മ, സൽമ, സംഗീത, സജിത, സുമയ്യ, തസ്നി. കമന്റ് ബോക്സ് ഓക്കെയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വിസ്കോസിറ്റി എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാവോ ആരെങ്കിലും? വിസ്കോസിറ്റി എന്താണ്? വിസ്കോസിറ്റി It is the property of a fluid by virtue of the relative motion to the adjacent layers അല്ലെങ്കിൽ in between the adjacent layers. ഓരോ ലെയേഴ്സുകളായിട്ട് ലിക്വിഡ് നമ്മൾ വെക്കുമ്പോൾ ആ ലെയേഴ്സുകളുടെ ഇടയിലുള്ള മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ അതിനെയാണ് വിസ്കോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു ഫ്ലൂയിഡിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ടെക്സ്റ്റ് വായിക്കണം. വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു ഫ്ലൂയിഡ്, വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു ഫ്ലൂയിഡ് പറഞ്ഞേ. അറിയൂല? വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു ഫ്ലൂയിഡ് വാട്ടറിനാണോ ഹണിക്കാണോ തേനാണോ കൂടുതൽ വിസ്കോസിറ്റി? തേനാണ്, ഹണിക്കാണ്. അപ്പൊ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ്, ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ് ഹണി. അതുപോലെ മിൽക്കിന് അത്ര ഉണ്ടാവില്ല, ഹണീനെ പോലെ അത്രയും ഇതായിട്ടുള്ള വിസ്കോസിറ്റി കൂടുതൽ എന്ന് പറയാം. കെറോസിനൊക്കെ വിസ്കോസിറ്റി കുറവാണ്. അപ്പോ അതുവരെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കാപ്പിലറി റൈസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ചെറിയ ട്യൂബിലൂടെ വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്ക് പൊങ്ങുന്നതിനെയാണ് കാപ്പിലറി റൈസ്. അതിന്റെ റീസണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് അഡീഷൻ ഫോഴ്സ് കൂടുതലാവുമ്പോൾ ഫ്ലൂയിഡ്സ് നേരെ മുകളിലേക്ക് കയറുന്നു എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അപ്ലിക്കേഷൻസ് എക്സാമ്പിൾസ് ഒക്കെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. അത് വെച്ചിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ വിസ്കോസിറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിലേക്ക് കിടക്കുന്നുണ്ട്. ഫ്ലൂയിഡ്സ് എങ്ങനെയൊക്കെ പോകും. ഇപ്പൊ നിങ്ങളെ വീട്ടിലുള്ള ഒരു ടാപ്പ് തുറക്കുകയാണെങ്കിൽ, വീട്ടിലുള്ള ഒരു ടാപ്പ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ചില സമയത്ത് അതില് ഭയങ്കര സ്പീഡിൽ കളകളാന്ന് പറഞ്ഞിട്ട് പോകും. എന്നാൽ ചില സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതും കാണാം. അപ്പോ അങ്ങനെയുള്ള ഫ്ലോ എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നതിനെയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഹാവ് യു എവർ സീൻ എ റിവർ ഇൻ ഫ്ലഡ്സ്? ഫ്ലഡ് നന്നായിട്ട് കുത്തിയൊലിഞ്ഞു പോകുമ്പോൾ നന്നായിട്ട് വെള്ളം പോകും. ചില സമയത്ത് ഒരു കൃത്യമായിട്ട് പോകുന്ന സമയം ഉണ്ടാവും, ഒന്നായിട്ട് പോകുന്ന സമയമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വാട്ടർ ടാപ്പ് തുറക്കുന്ന ആ ഒരു സംഗതി ആലോചിച്ചാൽ മതി. ചില ടാപ്പിൽ നല്ല കളകളായിട്ട് പോകും, ചിലതിൽ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോയിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ മോഷൻ എന്ന് പറയുന്നത്? Every particle passing through a given point of path follows the same line of flow as that of the preceding particle. Streamline flow എന്ന് പറഞ്ഞാൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. നേരെ മീൻസ് പാർട്ടിക്കിൾസ് ഒക്കെ നേരെയാണ്. ഒന്ന് ഇവിടെ ആണെങ്കിൽ നേരെ അടുത്ത് തന്നെ രണ്ടാമത്തെ കൊണ്ടുപോകും. ഇവിടെ ഒന്നുണ്ടെങ്കിൽ അതിന് നേരെ അടുത്ത് കൊണ്ടുപോകും. നാലെണ്ണം ഒരുമിച്ച് പോകണമെന്ന് 4 ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കും പോവുക. അതായത് എല്ലാ പാർട്ടിക്കിൾസും ഒരേ രൂപത്തിൽ ഒരേ ലൈനിൽ പാസ് ചെയ്യുന്നതിനെയാണ് സ്ട്രീം ലൈൻ. എവറി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഓഫ് പാത്ത് ഫോളോ ദ സെയിം ലൈൻ. ഇനിയിപ്പോ അവിടെ അടുത്ത പാർട്ടിക്കിൾ വരികയാണെങ്കിൽ അതേ പാസിലൂടെ അതേ രൂപത്തില് പൈപ്പിന്റെ ആകൃതി എന്താണോ ആ ആകൃതിക്ക് കറക്റ്റ് ആയിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരേ സമയത്ത് ഒരേ രൂപത്തിൽ ഫ്ലോ ചെയ്യുന്നത്, വേറെ പ്രഷറുകളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ സ്ട്രീം ലൈൻ ആയിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാല് എല്ലാ പാർട്ടിക്കിൾസും അതേ പാതയിലൂടെ തന്നെ തുടരുകയാണ് കറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക്
ഇങ്ങനെ സ്ട്രീം ലൈൻ ഫ്ലോ ചെയ്യുന്ന സമയത്ത് പൈപ്പിന്റെ അപ്പുറം ഇങ്ങനെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ ഒക്കെ തെളിഞ്ഞ് കാണുന്ന രൂപത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് എണ്ണ ഒക്കെ ഒഴുക്കുമ്പോൾ ആ രൂപത്തിൽ ഇങ്ങനെ നേരെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോ. എന്നാൽ രണ്ടാമത് ഒരു ടൈപ്പ് ഫ്ലോ ആണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഭാഗങ്ങൾ സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം കൺസ്ട്രക്റ്റീവ് ആയിട്ട്. ഇതിന്റെ നോട്ട്സ് ജസ്റ്റ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതിയത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എന്താണ് കോൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി തരുള്ളൂ. ബാക്കി കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നോട്ട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, അപ്പോൾ ലാമിനാർ ഫ്ലോ എന്താണ് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ആ ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സ്ട്രീം ലൈൻ ഫ്ലോ ആകുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ലൈനിൽ പോവാണ്. എവറി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഓഫ് ദി പാത്ത് ഫോളോ ദ സെയിം ലൈൻ ഓഫ് ദി ഫ്ലോ. ഒരു പാർട്ടിക്കിൾ എങ്ങനെയാണോ പോയത് അതേ പാർട്ടിക്കിൾ തന്നെയാണ് അടുത്ത പാർട്ടിക്കിളും പോവാം. താഴത്തുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് നേരെ താഴെയായിട്ട് തന്നെ പോകും, പാരലൽ ആയിട്ട് എന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ആ രൂപത്തിലാണെങ്കിൽ സ്ട്രീം ലൈൻഡ് ആണ്. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ദ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡ് പാസിംഗ് ഓവർ ദി അതർ. അപ്പോ ഒരു ലെയർ ആയിട്ടാണ്, ഒരു ലെയർ അടുത്ത ലെയർ ഇങ്ങനെ ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് അങ്ങനെ ഫ്ലോ ചെയ്യും. ആ ലെയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാവുന്നൊന്നുമില്ല നേരെ. പക്ഷെ ഇപ്പൊ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ കുറച്ച് അങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോവാം, പക്ഷെ ആ ഒരു ലെയർ ഷേപ്പിന് മാറിയിട്ടില്ല. ലെയർ ലെയർ ആയിട്ട് തന്നെ പോകുന്നത്. ലെയറുകൾക്ക് ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊന്നുമില്ല. ഇഫ് ദ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡ് പാസിംഗ് ഓവർ ദി അതർ, ഒരു ലെയർ ഓഫ് പാർട്ടിക്കിൾസ് അടുത്ത ലെയർ ഓഫ് പാർട്ടിക്കിൾസ് അങ്ങനെ, അപ്പോൾ ഒരു ലെയർ അടുത്ത ലെയർ അടുത്ത ലെയർ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? മൂന്നാമത്താണ് ടർബ്യുലന്റ് ഫ്ലോ. അപ്പോഴാണ് ഒരു സിഗ്സാഗ് മോഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങോട്ട് വേണമെങ്കിലും ആവാം. ആ രൂപത്തിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടാണെങ്കിൽ അടുത്ത പാർട്ടിക്കിൾ അങ്ങോട്ടാവാം. അപ്പോൾ കൊളീഷൻ ഒക്കെ നടക്കും. അപ്പോൾ നമ്മൾ ചില പൈപ്പ് ടാപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരെ പോകേണ്ട വെള്ളം ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ മേത്തുകൊക്കെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊളീഷൻ ഒക്കെ നടന്നിട്ട് വരുമ്പോഴാണ് ടർബ്യുലന്റ് ഫ്ലോ ആവുന്നത്. ഇഫ് ദ ഫ്ലോ എക്സീഡ്സ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി and the mixing of streamline takes place and the flow path becomes zigzag. Such motion is said to be turbulent. അതാണ് അവിടെ എഴുതിയത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ടർബ്യുലന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോർമൽ ഉള്ള വെലോസിറ്റിയെ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വിളിച്ചാലും അതിനേക്കാൾ മുകളിലൊക്കെ സ്പീഡിൽ പോയിട്ട് ചിലവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊളേഷൻ ഒക്കെ നടന്നിട്ട് ചിലത് ഇപ്പുറത്ത് പോകും, ചിലത് അപ്പുറത്ത് പോകും. ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള് കല്യാണത്തിന് പോകുമ്പോ കൈ കഴുകുമല്ലോ അല്ലെ? കല്യാണത്തിന് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാതെ പോരുന്ന അവസ്ഥ ഉണ്ടാവും? എവിടെ ഒന്നും ഇല്ലേ? അപ്പോ എല്ലാ പൈപ്പിലും ഒരേപോലെ ആണോ? ചില കല്യാണ പന്തലിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു 10 പൈപ്പ് നിരന്നിരിക്കുകയാണെങ്കിൽ എല്ലാ ടാപ്പിൽ തുറന്നാലും ഒരേ രൂപത്തിൽ എല്ലാ സമയവും വെള്ളം വന്നോളണം എന്ന് നിർബന്ധമില്ല. ചിലതിൽ നല്ല സ്പീഡിൽ വരും, ചിലതിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ, ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊളായിട്ട് പോകും. അതിനൊക്കെ റീസൺ അതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാപ്പുകൾ വരുമ്പോഴൊക്കെ അങ്ങനെ ആവാം. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് എന്നാണ്. അപ്പോൾ നേരെ പോകുമ്പോൾ എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ സ്ട്രീം ലൈൻ ആണ്. ദെൻ ലാമിനാർ ഫ്ലോ ആകുമ്പോൾ ആ പ്ലെയിനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലും പ്ലെയിനിന്റെ ഇൻബിറ്റ്വീൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടർബുലന്റ് ഫ്ലോ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് സ്പീഡ് അങ്ങോട്ട് ചിലത് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും, സിഗ്സാഗ് ആണ്. അപ്പോൾ കൊളൈഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, തെറിച്ചു പോവുക ചെയ്യും. അതാണ് ടർബുലന്റ് ഫ്ലോ. സംഗതി മനസ്സിലായോ അല്ലേ? 3 ടൈപ്പ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അതാണ് ബേസിക്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. 2 ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് എന്നുള്ളതും അതുപോലെ ബെർണോൾസ് പ്രിൻസിപ്പിളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കാം. When a fluid passes through a non-uniform cross-section, the product of the area of cross-section and speed will be constant to a streamlined flow. Streamlined ഫ്ലോയുടെ കാര്യം മാത്രമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രീംലൈൻ നേരെ പോകുന്ന വെള്ളം, അതായത് സിഗ്സാഗ് മോഷനിലുള്ളവർക്ക് കറക്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്ട്രീംലൈൻ്റെ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. when an incompressible non-viscous fluid, പ്രത്യേകിച്ച് ഓവർ വിസ്കസിറ്റി ഇല്ല, ഇൻകംപ്രസിബിൾ ആണ്, അത് ആരും പോയിട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രഷർ പമ്പ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരു വാട്ടറിന്റെ
മോഷൻ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചുകൊണ്ട്. സോ ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിൽ, നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഏരിയ, ഈ ഒരു ഭാഗം, ഈ ഒരു പൈപ്പാണിത്, ഇവിടെയുള്ള ഏരിയയും രണ്ടല്ലേ, വ്യത്യാസമല്ലേ? ഇവിടെ കുറച്ച് കുറവാണ് ഏരിയ, ഇവിടെ നല്ല വീതിയുള്ള പൈപ്പാണ്. അപ്പൊ ഒരു പൈപ്പിന്റെ ഒരു ഭാഗം നല്ല വീതി ഉണ്ട്, ഒരു ഭാഗം തീരെ വീതിയില്ല. അങ്ങനത്തെ കേസ് വരുമ്പോ ഇവയുടെ രണ്ട് ഭാഗത്തും ഉള്ള വാട്ടറിന്റെ ഫ്ലോയിലുള്ള വ്യത്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ വീട്ടിലെ എല്ലാ ടാപ്പും ഒരേ വീതിയാണ് എന്ന് പറയാൻ ചിലപ്പോൾ പറ്റില്ല. ചില വീട്ടിൽ അങ്ങനെ ആവും. പക്ഷെ എന്നാലും ബാത്റൂമിലുള്ള ടാങ്കിന്റെ പൈപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നല്ല ലാർജ് ആയിരിക്കും. ചിലതോ സ്മോൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് കേസ് പറയാം. അല്ലെങ്കിലോ നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിനെ എടുക്കുന്നു, അതിലൊരു ഭാഗം നല്ല ലാർജ് ആണ്, മറ്റു ഭാഗം വളരെ ചെറുതാണ്. രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വാട്ട് ഇസ് മീൻ ബൈ ക്രോസ് സെക്ഷൻ? ഒരു പൈപ്പിനെ നടുവിലാണ് മുറിച്ചു കഴിഞ്ഞാൽ അതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മുറിച്ചിട്ട് അതിനെ നോക്കുമ്പോൾ ഒരു വള പോലെ ഉണ്ടല്ലോ, ആ ഏരിയ, അതൊരു സർക്കിൾ ആണല്ലോ, ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിൽ അവിടെയുള്ള വാട്ടറിന്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഏരിയ A1 എന്നും ഇവിടുത്തെ ഏരിയനെ A2 എന്നും വിളിച്ചു. ഒരു ഏരിയനെ എന്താ വിളിച്ചത്? A1, മറ്റേത് A2. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ടറിന്റെ ഡെൻസിറ്റി, ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഡെൻസിറ്റി, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ എന്നാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ഇവിടുത്തത് V2, ഇവിടുത്തെ വാട്ടറിന്റെ സ്പീഡ് V1. ഒരു ഭാഗത്ത് ഒഴുകുന്ന വാട്ടറിന്റെ സ്പീഡ് V1 ഉം മറ്റു ഭാഗത്ത് ഒഴുകുന്ന വാട്ടറിന്റെ സ്പീഡ് V2 ഉം. ഇതൊക്കെ എടുത്താൽ നമ്മൾ ഈ ഏരിയയും വെലോസിറ്റിയും സ്പീഡ് ഓഫ് വാട്ടറും തമ്മിലുള്ള റിലേഷൻ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ചെറിയ പൈപ്പ് ആകുമ്പോൾ അവിടുത്തെ സ്പീഡും വലിയ ഏരിയ ഉള്ള പൈപ്പ് ആകുമ്പോൾ അതിലൂടെ വെള്ളം ഒഴുകുന്ന സ്പീഡും തമ്മിലുള്ള റിലേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് ആദ്യം ഇവിടുത്തെ ഏരിയയും ഇവിടുത്തെ ഏരിയ ഒക്കെ വേറെ വേറെ പറഞ്ഞു തന്നത്. ഒന്ന് A1 ആണ്, ഒന്ന് A2 ആണ്. ഒന്ന് A1 ആണ്, ഒന്ന് A2 ആണ്. പിന്നെ അതിലൂടെ ഒഴുകുന്ന വാട്ടറിന്റെ ഡെൻസിറ്റി റോ എന്നെടുത്തു. ഡി എന്ന് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ലിക്വിഡ്സിന് സാധാരണ റോ ആയിട്ടാണ് എടുക്കാറ് കേട്ടോ. അപ്പോ റോ ആണ് ഡെൻസിറ്റി എടുത്തത്. ഇനി ഒരു സെക്കൻഡില് അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ വെലോസിറ്റിയും A1 ഒക്കെ എന്തിനാ എടുത്തത് എന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ, നമ്മൾ അതിലേക്ക് വരാൻ പോവാണ്. ഒരു ഭാഗത്ത് ഏരിയ A1 ആണ്, ആ സമയത്ത് അതിലൂടെ ഒഴുകുന്ന വാട്ടറിന്റെ സ്പീഡ് V1, A2-ലൂടെയുള്ള വാട്ടറിന്റെ സ്പീഡ് V2 ആണ് എങ്കിൽ നമ്മൾ ഒരു ഭാഗം എടുക്കുകയാണ് റെസ്പെക്റ്റീവ്ലി. ഈ ലാസ്റ്റത്തെ ഒരു ഭാഗം സെന്റൻസ് വായിച്ചു നോക്കുക. Then the liquid entering the tube A covered a distance V1 in 1 second. വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്. ഒരു സെക്കൻഡില് ഒരു ലിക്വിഡ് സഞ്ചരിക്കുന്ന സ്പീഡിനാണ് അവിടെ വെലോസിറ്റി എന്ന് എടുത്തത് എന്നൊക്കെ അവിടെ ഓർക്കട്ടോ, അതൊന്നും പ്രാധാന്യമില്ല. ഈ ഒരു ലാസ്റ്റ് സെന്റൻസ് മാത്രം. സോ വോളിയം ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് പെർ യൂണിറ്റ് സെക്കൻഡ്, അത് നമുക്ക് വേണം. യൂണിറ്റ് സെക്കൻഡിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു V1 ആണ്. ഏരിയ ഇൻറ്റു V1. നമ്മളിപ്പോ ഈ എടുത്ത ഏരിയയും V1 ഉണ്ടല്ലോ, അതിന്റെ പ്രോഡക്റ്റ് നോക്കുക. അതായത് ആദ്യം നോട്ട് ചെയ്യേണ്ടത് വോളിയം ഓഫ് ദി ലിക്വിഡ് പെർ യൂണിറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് A1 ഇൻറ്റു V1 ആണ്. ഫസ്റ്റ് ഈ ഒരു ഇക്വേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ട കാര്യമാണ്. ഒരു ഭാഗത്തൂടെ എത്ര വെള്ളം ആണ് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നത് എന്നതിനെ ആ ഏരിയ ഇൻറ്റു V1 എടുത്താൽ നമുക്ക് കിട്ടും. കാരണം ഏരിയ ഇൻറ്റു എത്രയാണോ അതിലൂടെ പാസ് ചെയ്യുന്നത് ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വോളിയം കിട്ടും. അതുകൊണ്ടാണ് വോളിയം, ഫസ്റ്റത്തെ വാട്ടർ പാസ് ചെയ്യുന്നതിന്റെ വോളിയം നമുക്ക് കിട്ടിയത് A1 ഇൻറ്റു V1 ആണ്. ഇനി വോളിയത്തിൽ നിന്നും നമ്മൾ ഡെൻസിറ്റിയിലേക്ക് പറയാൻ പോകണം. What is the equation to find density? Mass by volume. Density is equal to mass by volume ആണ്. അതിൽ നിന്നും കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു M is equal to വോളിയം ഇൻറ്റു ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ മാസ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണോ വോളിയം അതിനിത് V അല്ല കേട്ടോ, വെലോസിറ്റി അല്ല, വോളിയം ആണ്.
വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഗുണിച്ചാൽ നമുക്ക് മാസ് കിട്ടും. നമുക്ക് കിട്ടേണ്ടത് മാസാണ്. ഒരു ഭാഗത്തൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന്റെ മാസ് പെർ യൂണിറ്റ് സെക്കൻഡ്, ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ മാസ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് ചെയ്യേണ്ടത്. അതാണ് ഈ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു വോളിയം എന്ന് പറയുന്നത്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചു വെക്കുക. വോളിയം ഓഫ് ദി ലിക്വിഡ് എൻ്ററിങ് പെർ യൂണിറ്റ് സെക്കൻഡ് എന്നുള്ളത് A1 V1 ആണ്. നമ്മൾ ഏരിയയും വെലോസിറ്റിയും എടുത്തല്ലോ, അതിന് രണ്ടിന്റെയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വോളിയം കിട്ടും. ദെൻ വോളിയത്തിലേക്ക് നിന്നും മാസിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കുക. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. എവിടുന്നാണ് അത് കിട്ടിയത്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്. അതിൽ നിന്നും ഈ വോളിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആവും. ഡെൻസിറ്റി ഇവിടെയാണ് ഡി എന്ന് എഴുതി, അവിടെ റോ എന്ന് എഴുതി. രണ്ടും മനസ്സിലാവാനാണ് പറഞ്ഞത്. ഇത് റോ ആണ് കേട്ടോ. അപ്പോൾ റോ ഇൻറ്റു വോളിയം എടുത്തു കഴിഞ്ഞാൽ മാസ് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത്. A1 ഇൻറ്റു V1 ഇൻറ്റു ഡെൻസിറ്റി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് എൻ്ററിങ് പെർ യൂണിറ്റ് സെക്കൻഡ് ആണ്. എങ്ങനെ മാസ് അങ്ങനെ കിട്ടിയത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. വോളിയം എന്താണ് നമ്മൾ ആദ്യം എഴുതി, A1 ഇൻറ്റു V1. അപ്പൊ A1 ഇൻറ്റു V1 ഇൻറ്റു റോ എന്ത് കിട്ടി? മാസ് ഓഫ് ദി ഫ്ലൂയിഡ് കിട്ടി. അത് മനസ്സിലായോ നോക്കുക. അതാണ് ഇതിൽ ആകെ പഠിക്കേണ്ട സ്റ്റെപ്പ് ഉള്ളൂ. ഇതുവരെ ഉള്ളതേ ഉള്ളൂ പഠിക്കേണ്ട സ്റ്റെപ്പ്. ബാക്കി ഞാൻ പറയാൻ പോവാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ നോക്കാം. ആദ്യം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ. മേ ബി ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മൾ ആ ഡയഗ്രാം വരച്ച് വെക്കുക. എന്നിട്ട് A1 V1 ഇതാണ്, മുകളിൽ A1 V1 ഇതാണ് എന്ന് എഴുതുക. ദെൻ എഴുതേണ്ടത് വോളിയം ഓഫ് ദി ലിക്വിഡ് എൻ്ററിങ് ത്രൂ വൺ സൈഡ് എന്ന് എഴുതിയിട്ട് അതിന് A1 V1 എഴുതുക. മുകളിലത്തത് A2 V2 എന്ന് എഴുതാം. എന്നിട്ട് ഒരു ഭാഗത്തെ മാസ് കിട്ടണമെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് ചെയ്യേണ്ടത്. അത് കിട്ടിയ സമവാക്യം നമ്മൾ പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഡെൻസിറ്റി ഇക്വൽ ടു മാസ് ബൈ വോളിയം എന്ന സമവാക്യത്തിൽ നിന്നും ഈ വീനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ മാസ് കിട്ടും. ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ മാസ് കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞ് വേഗം. ക്ലിയർ ആണോ അല്ലേ പറഞ്ഞ ഫസ്റ്റത്തെ സെന്റൻസ് ആണ് മനസ്സിലാവേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വന്നോളൂ. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? പെട്ടെന്ന് നോട്ടിന് എഴുതിയത് സെൻഡ് ചെയ്ത് തരണ്ട കേട്ടോ. ജസ്റ്റ് റിപ്ലൈ വേണം. ടെക്സ്റ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ക്ലിയർ അല്ല? അടുത്ത ഭാഗം പറയട്ടെ. ആകെ പറഞ്ഞത് വോളിയം എന്നത് ഏരിയ ഇൻറ്റു നമ്മുടെ വെലോസിറ്റി ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ മാസ് കൊണ്ട് ഗുണിച്ചപ്പോൾ ഡെൻസിറ്റിനെ കൊണ്ട് ഗുണിച്ചപ്പോൾ മാസ് കിട്ടി. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. നോക്കാം. അതാണ് ഇത്. ബാക്കിയൊക്കെ ഞാൻ വായിക്കണ്ട കേട്ടോ. എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വന്നത് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും ഇതേപോലെ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഇതേപോലെ ഒരു മാസ് ഡെൻസിറ്റിയിൽ നിന്ന് മാസ് എടുക്കുന്ന ഭാഗം പറഞ്ഞിരുന്നു. അത് ഇത് ചാപ്റ്ററിൽ ആവശ്യമുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. മാസ് ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് A1 V1 റോ ആണ്. അപ്പൊ അതേപോലെ തന്നെ ബി എന്ന പോയിന്റിൽ രണ്ടാമത്തെ പൈപ്പിന്റെ മറ്റേ അറ്റത്തും ഇതേപോലെ മാസ് കണ്ടുപിടിച്ചൂടെ? A2 V2 റോ. A2 V2 ഇൻറ്റു ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെയും മാസ് കിട്ടും. അപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൈപ്പിലേക്ക് എൻട്രി ചെയ്ത വെള്ളത്തിന്റെ മാസ് ഒരു ഭാഗവും അതിന് തിരിച്ചു പോകുന്ന വെള്ളത്തിന്റെ മാസ് M2 ആണെങ്കിൽ ഒരു പൈപ്പിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഫുള്ളായിട്ട് പുറത്ത് പോകുമല്ലോ. അതിൽ സംശയം ഉണ്ടോ? നമ്മൾ എത്ര വെള്ളം ഒഴിച്ചോ അത്രയും വെള്ളം പുറത്ത് പോകും. അതിന്റെ ഇടയിൽ വേറെ ഫ്രിക്ഷൻസോ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ വേറെ പൈപ്പുകളോ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ ഒഴിച്ച വെള്ളം ഫുൾ അവിടെ പോവല്ലോ. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സിൻസ് ദർ ഈസ് നോ അക്യുമുലേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ട്യൂബ്. ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യൂല? എവിടെ അക്യുമുലേഷൻ ഒന്നും ഇല്ല, അവിടെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല വെള്ളം എങ്കിൽ, ആൻഡ് ദ മാസ് ഓഫ് ദി ക്രോസിംഗ് എനി ക്രോസ് സെക്ഷൻ ഈസ് മസ്റ്റ് ബി ദ സെയിം. എത്രത്തോളം വെള്ളം കയറിയോ അത്രത്തോളം വെള്ളം പുറത്ത് പോകണം അല്ലെ? അതിന്റെ ഇടയിൽ തങ്ങി നിൽക്കാൻ വേറെ ഗ്യാപ്പില്ല, വേറെ പൈപ്പിന്റെ സെക്ഷനും ഇല്ല എങ്കിൽ എത്ര വെള്ളമാണോ കയറിയത് അത്രയും വെള്ളം പുറത്തേക്ക് പോവണം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് ദി
M1ഉം M2ഉം ഈക്വൽ ആണ് എന്ന് എഴുതാം. M1ഉം M2 എന്ന് പറയുന്നത് എന്തായിരുന്നു? A1 V1 റോയും A2 V2 റോയും ആണ്. അപ്പോ അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നതിന്റെ ബേസിക് കോൺസെപ്റ്റ്. എത്രത്തോളം മാസ് വെള്ളം എൻട്രി ചെയ്തോ അത്ര മാസ് വെള്ളം പുറത്തേക്ക് പോകും. കൺസർവേഷൻ ഓഫ് മാസ് ആണ്. മാസിനെ നശിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ പറ്റൂല എന്ന് പറഞ്ഞ ആ ഒരു കൺസർവേഷൻ ഓഫ് മാസ്, എത്രത്തോളം നമ്മൾ ആഡ് ചെയ്ത് അത്രത്തോളം പുറത്തു പോകും എന്നതാണ് ഇവിടെ കൺസർവേഷൻ ആയിട്ട് പറയുന്നത്. അതാണ് നമ്മുടെ ഇക്വേഷന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ മാസിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. വോളിയം എന്ന് പറഞ്ഞാൽ A1 V1. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ മറന്നേക്കുക. ആദ്യം പറഞ്ഞു പൈപ്പ് വരച്ചു, A1ഉം V1ഉം പറഞ്ഞു, അതിനെ രണ്ടും ഗുണിച്ചപ്പോൾ നമുക്ക് ഇവിടുത്തെ വോളിയം കിട്ടി. ആ വോളിയത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചപ്പോൾ മാസ് കിട്ടി. മാസ് രണ്ട് ഭാഗത്തും ഒരുപോലെയാണ് എന്നതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ വെക്കാം. രണ്ടും ഈക്വൽ ആണല്ലോ. ഈക്വൽ ടു ആക്കി റോ കട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 is equal to A2 V2. A1 V1 is equal to A2 V2. ഇക്വേഷൻ മനസ്സിലായോ നോക്കുക. അവിടുന്ന് ഒരു റിലേഷനും കൂടി പറഞ്ഞുതരാനുണ്ട്. A1 V1 is equal to A2 V2. A1 V1 is equal to A2 V2 നെയാണെന്ന് പറയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബോൾഡ് ആക്കി എഴുതി വെക്കട്ടോ. ഇതിന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഇതെങ്ങനെ പോണ്? ഇവിടെ A1 ആണ്, ഇവിടെ A2 ആണ്. ഇവിടുത്തെ A1 എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ഇവിടെ A2 എന്ന് പറയുന്നത് 2 മീറ്റർ സ്ക്വയറുമാണ് എന്ന് വിചാരിക്കാം. A2 2 മീറ്റർ സ്ക്വയർ, A1 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ രണ്ട് ഭാഗത്തും മാസ് സെയിം ആവണം. അപ്പൊ ഏരിയ കുറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും, പതുക്കെ വെള്ളം പോവുള്ളൂ. ഏരിയ കൂടുതലാണെങ്കിൽ അവിടെ വാട്ടർ ഫ്ലോ കുറഞ്ഞ സ്പീഡായിരിക്കും, V2 ചെറുതായിരിക്കും. എന്നാൽ A1 ഇവിടെ ചെറുതല്ലേ, അപ്പൊ അതിനനുസരിച്ച് സ്പീഡ് കൂടും. നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ വീട്ടില് ചെറിയ പൈപ്പിലൂടെയാണോ അതോ വലിയ പൈപ്പ് 1 ഇഞ്ചിന്റെ PVC പൈപ്പിലൂടെയാണോ അതോ ചെറിയൊരു ഹോളുള്ള പൈപ്പിലൂടെയാണോ നല്ല സ്പീഡിൽ വെള്ളം വരിക എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏതിലൂടെയാ വെള്ളം കൂടുതൽ സ്പീഡിൽ വരിക എന്ന് പറഞ്ഞേ? ചെറിയ ഹോളാണോ അതോ വലിയ പൈപ്പിലൂടെയാണോ? സ്പീഡിലൂടെ വെള്ളം എത്ര, ബാക്കിയൊന്നും ചോദിച്ചില്ല. സ്പീഡ് ഏതിലാ കൂടുതൽ എന്നാണ് ചോദ്യം. ഏതിലാ സ്പീഡ് കൂടുതൽ പറഞ്ഞേ? നല്ല സ്പീഡിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് കാറ് കഴുകുമ്പോ അതിന്റെ ആ ഒരു ഹോള് ചെറുതാക്കുക വലുതാക്കുക ചെയ്യാ? കാറ് കഴുകാറില്ലേ? ചെറിയ ഹോളല്ലേ. വലിയ ഹോളിനെ നമ്മളിങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും, അപ്പൊ നല്ല സ്പീഡിൽ തെറിച്ചു പോകും അല്ലേ? അപ്പൊ അവിടെ നമ്മളെ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതായത് ഏരിയ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഏരിയ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും എന്നെങ്ങനെ മനസ്സിലായത്? A1 V1 is equal to A2 V2 ആണ്. കാരണം നമ്മുടെ ടാങ്ക് മുകളിൽ വരുന്നത് എല്ലായിടത്തും ഒരേ പ്രഷറാണ്. അപ്പോൾ വലിയ ഹോളായാൽ അവിടെ നമ്മൾ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് സെയിം ആവണം. രണ്ട് ഹോളിലൂടെയും ഒരേ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് ഒരേ ഭാഗത്ത് ഒരേ മാസ് ആയിരിക്കണം ഔട്ട് ചെയ്യേണ്ടത്. അപ്പോ ചെറിയ ഹോളാവുമ്പോൾ നല്ല സ്പീഡിൽ പോകും, വലിയ ഹോളാവുമ്പോൾ കുറച്ച് സ്പീഡിലേ പോവുള്ളൂ. കാരണം നല്ല സ്പീഡിൽ പോയാൽ ഒരുപാട് എമൗണ്ട് പോവുമല്ലോ. അതുകൊണ്ട് രണ്ടും ഒരുപോലെ വരണം എന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയയും വെലോസിറ്റിയും, ഏരിയയും സ്പീഡും ഗുണിച്ചാൽ കിട്ടുന്നത് സെയിം ആവണം. അപ്പൊ വലിയ ഏരിയ ആവുമ്പോൾ പിന്നെ ചെറിയ സ്പീഡ് കൊണ്ട് ഗുണിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും എന്നതാണ് ഉദ്ദേശം. മനസ്സിലായോ ഇല്ലയോ? അങ്ങനെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും കേട്ടോ. ഏരിയ കുറച്ച് കഴിഞ്ഞാൽ അവിടെ സ്പീഡ് കൂടുന്ന ഓർത്താൽ മതി. അപ്പോൾ രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് രണ്ട് ഭാഗത്തും ഇട്ടുകൊടുത്ത ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആയി. വളരെ സിമ്പിൾ ആണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇക്വേഷൻ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 is equal to A2 V2. മനസ്സിലായോ ഇല്ലയോ? വേഗം പറഞ്ഞാണേ. അല്ലെങ്കിൽ ഒന്ന് രാവിലെ എണീറ്റിട്ടേ വണ്ടിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോ പൈപ്പ് നല്ല സ്പീഡില് വെള്ളം പോവാന് എന്താ ചെയ്യാ? പൈപ്പിന്റെ ഏരിയ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. സംശയം ഉണ്ടോ? മനസ്സിലായോ? റിപ്ലൈ വേണം, എന്നാലേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പോ ഇതിനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിന്റെ താഴെ when area is small velocity will be high എന്ന് എഴുതി വെക്കാം. when area is small
വെലോസിറ്റി വിൽ ബി ഹൈ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയണ്ടല്ലോ. ഏരിയ സ്മോൾ വെലോസിറ്റി വിൽ ബി ഹൈ എന്നത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന ഒരു ടേം കണ്ടിരുന്നു നേരത്തെ എവിടെയോ. ടർബ്യുലന്റ് ഫ്ലോ അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ വരുമ്പോൾ നമ്മൾ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണ് എന്നതൊന്ന് നോക്കിയിരുന്നു. ആ വാല്യൂ എങ്ങനെ കിട്ടിയ വാല്യൂ ഗിവൺ ആണ്. നമുക്ക് വാല്യൂ വരുന്നത് റെയ്നോൾഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അതിൽ എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. അങ്ങനെ നമുക്ക് ആ വാല്യൂ തന്നിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, എപ്പോഴാണ് ടർബുലന്റ് ഫ്ലോ ആവുക എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പറയപ്പെട്ട സയന്റിസ്റ്റ് ആണ് റൈനോൾഡ്. അദ്ദേഹമാണ് ക്രിട്ടിക്കൽ വാല്യൂ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോ ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി അതിനേക്കാൾ സ്പീഡ് പോയാൽ ടർബുലന്റ് ഫ്ലോ ആവും. സ്ട്രീം ലൈന് ചില സമയത്ത് ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. വെള്ളം ഒരു നിശ്ചിത സ്പീഡിന് അപ്പുറം ആകുമ്പോഴാണ് ടർബുലന്റ് ഫ്ലോ ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോവുക. അപ്പോ അങ്ങനെ ഒഴിക്കാതിരിക്കണമെങ്കിൽ പെട്രോൾ ഒഴിക്കുമ്പോൾ ടർബുലന്റ് ഫ്ലോ ആയി കഴിഞ്ഞാൽ കുപ്പിക്കല്ല പോവുക, കുപ്പിന്റെ പുറത്തേക്കാ പോവുക. അപ്പൊ നമ്മൾ നെയ്സിൽ ഒഴിക്കുമല്ലോ, ഒരു നെയ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ട്രീം ലൈൻ ഫ്ലോ കിട്ടും. ഓക്കെ, അപ്പോ വി നോ ദാറ്റ് വെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇസ് എ സർട്ടൈൻ വാല്യൂ, ഒരു കൃത്യമായിട്ടുള്ള വാല്യൂവിനേക്കാൾ മുകളിൽ കഴിഞ്ഞാൽ സ്ട്രീം ലൈൻഡ് അല്ല ടർബുലന്റ് ആവും. അതിന് സ്ട്രീം ലൈൻഡ് ആവണമെങ്കിൽ മിനിമം വെലോസിറ്റി ആയിരിക്കണം. അതിനെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെന്താ നോക്കാം. When the velocity of the substance exceeds the critical velocity, it becomes turbulent. ആ ഒരു നിശ്ചിത സ്പീഡിന് അപ്പുറത്തേക്ക് നമ്മൾ ഒഴിക്കുമ്പോഴാണ് ഇത് കൊളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക, ടർബുലന്റ് ഫ്ലോ ആവുക. അപ്പൊ ആ വെലോസിറ്റി എത്രയാണ് എന്ന് സയന്റിസ്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയതാണ്. ആ വെലോസിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നാച്ചർ ഓഫ് ദി ലിക്വിഡ്. എണ്ണ ഒഴിക്കുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും ഒരേ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കില്ല. ആണോ? എണ്ണ ഒഴിക്കുമ്പോൾ അത്രയും പെട്ടെന്നൊന്നും അങ്ങനെ ടർബുലന്റ് ആവില്ല. പക്ഷെ വാട്ടറിന് അങ്ങനെയല്ല. അപ്പോൾ നാച്ചർ ഓഫ് ദി ലിക്വിഡ് ഡിപ്പെൻഡഡ് ആണ്. നാച്ചർ ഓഫ് ദി ലിക്വിഡ് ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് അതിന് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് നമ്മൾ എടുക്കും. വിസ്കോസിറ്റി മാറുമ്പോൾ നാച്ചർ ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലൂയിഡിനും ഓരോ വിസ്കോസിറ്റി ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എടുക്കുന്നത് വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. രണ്ടാമത് ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്. ചെറിയ ട്യൂബിലൂടെ ഒഴിക്കുമ്പോഴും വലിയ ട്യൂബിലൂടെ ഒഴിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. എന്തിന്? ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതായത് ടർബുലന്റ് ഫ്ലോ വരാതിരിക്കാനും വരാനുള്ള സാധ്യത ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് മാറുമ്പോൾ മാറും. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഈ 3 ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ആണ് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായ കാര്യം. അപ്പൊ ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചർ ഓഫ് ദി ലിക്വിഡ്, ഡയമീറ്റർ, ഡെൻസിറ്റി. ഈറ്റ, ഡി, റോ 3 ലെറ്റേഴ്സ് അവിടെ നോട്ട് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ എക്സ്പെരിമെന്റൽ റിസൾട്ടിൽ നിന്നാണ് അദ്ദേഹം ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിന് വേറെ ഡെറിവേഷൻ ഒന്നുമില്ല. എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹം തെളിയിച്ചതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കൂടുമ്പോൾ കൂടുന്നുണ്ട്. ഡയറക്ട്ലി റിലേഷൻ ആണ്. ഒന്നാമത്തെ ഡയറക്റ്റ് റിലേഷൻ ആണ്. രണ്ടാമത്തത് ഡെൻസിറ്റി കുറയുമ്പോഴാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി കൂടുന്നത്. ക്രിട്ടിക്കൽ വെലോസിറ്റി കൂടുന്നത് ഡെൻസിറ്റി കുറയുമ്പോഴാണ്. നേരെ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഒന്ന് ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. അപ്പോ അതിന്റെ അർത്ഥം ഡെൻസിറ്റിയുമായിട്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഡയമീറ്ററിനും നേരെ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്ററിനും ക്രിട്ടിക്കൽ വെലോസിറ്റി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിന് 3 ഒരുമിച്ചു ചേർത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ് VC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റി = ഈറ്റ ഡിവൈഡഡ് ബൈ റോ ഡി. ഈ മുകളിലുള്ള ഡയറക്റ്റ് റിലേഷൻ ഉള്ളത് മുകളിലും ഇൻവേഴ്സ് റിലേഷൻ ഉള്ളത് താഴെയും എഴുതി വെച്ചു. എന്നിട്ട് അതിനോട് കൂടെ ഒരു R എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ R എന്ന് പറയുന്നതിന്റെ വാല്യൂ എക്സ്പെരിമെന്റലി വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞ വാല്യൂ നോക്കുക. ഈ ആറിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ടർബുലന്റ് ഫ്ലോയും അതുപോലെ തന്നെ സ്ട്രീം ലൈൻ ഫ്ലോ ആണോ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ സംഭവം ഏതിനോടാണോ ഡിപ്പെൻഡഡ് അതെങ്ങനെയാണ് ഡിപ്പെൻഡഡ് എന്ന് എഴുതി വെച്ചാൽ ഇക്വേഷൻ ആയി. VC = R × ഈറ്റ ഡിവൈഡ് ബൈ P × D, റോ × D എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്യാം കേട്ടോ.
ഇനി ആ R എങ്ങനെ വന്നത് എന്നത് റെയ്നോൾഡ്സ് കോൺസ്റ്റന്റ് ആണ്. ആറിനെ വിളിക്കുന്ന പേരാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന്. റെയ്നോൾഡ്സ് നമ്പർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ. ഇനി അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകളും നമുക്ക് ആവശ്യമുണ്ട്. എക്സ്പെരിമെന്റ് ഷോസ് ദാറ്റ് R is below 1000. ഈ ആറിന്റെ വാല്യൂ വി സിയും ഈറ്റയും പിയും റോയും ഡിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആറിന്റെ വാല്യൂ 1000-നേക്കാൾ കുറവാണെങ്കിൽ ലാമിനാർ ഫ്ലോ ആയിരിക്കും. എന്താ ലാമിനാർ ഫ്ലോ നമ്മൾ മുകളിൽ പറഞ്ഞു? പ്ലെയിൻ ഫ്ലോ ആണ്, ലെയർഡ് ആയിട്ട് പോകുന്നതാണ്. വാല്യൂ 1000-നേക്കാൾ ചെറുതാണെങ്കിൽ. അൺസ്റ്റഡി, അതായത് ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ. ചില സമയത്ത് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അൺസ്റ്റഡി ആയിട്ടുള്ള ചില പൈപ്പ് തുറക്കുമ്പോൾ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന ഒരു പൊസിഷൻസ് ഉണ്ടാവും. അതായത് ആദ്യം ഇങ്ങനെ വല്ല വരും, പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തന്നെ മാറും. ആ ഒരു സിറ്റുവേഷൻ ആണ് ആറിന്റെ വാല്യൂ 1000-ഉം 2000-ഉം ആകുമ്പോൾ. ഇൻ ബിറ്റ്വീൻ ടർബുലന്റ് ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ആണ്. സ്ട്രീം ലൈൻ ഫ്ലോയിന്റെയും ഇടയിലുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ആറിന്റെ വാല്യൂ 1000-ന്റെയും 2000-ന്റെയും ഇടയിൽ വരുന്നതാണ്. ദെൻ ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോയിലേക്ക് തന്നെ മാറും. ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ടൈറ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ പറഞ്ഞ കാര്യം ഡയറക്റ്റ് റിലേഷൻ ഏതാണ്, ഇൻവേഴ്സ് റിലേഷൻ ഏതാന്ന് നോക്കുക. അതിനെ അടുപ്പിച്ചിട്ട് ഒരു ഇക്വേഷൻ ആക്കുക. ആ നമ്പറിന്റെ വാല്യൂസ് എങ്ങനെയാണ് റിലേറ്റഡ് എന്നും കൂടി പഠിച്ചു വെക്കുക. 1000 ബിലോ ആണ് ലാമിനാർ, ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ 1000, 1000-നും 2000-നും ഇടയിൽ, 2000-ന് മുകളിലാണെങ്കിൽ ടർബുലന്റ് ഫ്ലോ. അത്രയാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഒരു ടോപ്പിക് കൂടി ഇമ്പോർട്ടന്റ് ഉണ്ട്. സ്റ്റോക്സ് ലോ എന്താണ്? കണക്ട് ചെയ്ത് വരുന്നതാണ് സ്റ്റോക്സ് ലോ. എന്താണ് സ്റ്റോക്സ് ലോ? സ്റ്റോക്സ് ലോയും ഇതുപോലെ തന്നെ അത്ര എന്നാലും ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്. Stokes law gives the magnitude of tangential backward viscous force acting on a freely falling smooth spherical body of radius r in a highly viscous liquid of coefficient of viscosity eta moving with velocity v. അതായത് v എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ ഒരു ബോൾ നേരെ താഴേക്ക് വീഴാണ് വിചാരിച്ചോളൂ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അയക്കുന്ന വിസ്കസ് ഫോഴ്സിന് എത്രത്തോളം പവർ ഉണ്ട്, ടാൻജൻഷ്യൽ ബാക്ക്വേർഡ് ഫോഴ്സ് എത്രത്തോളം ഉണ്ടാവും എന്നതിനെ കാണിക്കുന്ന ഭാഗമാണ് സ്റ്റോക്സ് ലോ. അപ്പൊ അത് പറഞ്ഞു തരുന്നത് ജോർജ് സ്റ്റോക്സ് ആണ്. എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ ബാക്ക്വേർഡ് ഫോഴ്സ്. അതായത് നിങ്ങളൊരു ബോള് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ക്രിക്കറ്റ് ബോൾ നേരെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇടാണ്, കുളത്തിലേക്ക്. കുറച്ച് കഴിഞ്ഞാല് ആ കുളത്തിലേക്ക് പന്ത് ഇങ്ങനെ പോയിട്ട് നേരെ മുകൾക്ക് തന്നെ തിരിച്ചു വരുമല്ലോ. അപ്പൊ ആ തിരിച്ചു വരാനുള്ള ഫോഴ്സ് ആണ് അവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ്, ബാക്ക്വേർഡ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. തിരിച്ചു വരുന്നോ എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ ബാക്ക്വേർഡ് വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഫ്രീലി ഫാളിംഗ് സ്മൂത്ത് ബോഡി ഓഫ് റേഡിയസ് ആർ ഇൻ എ ഹൈലി വിസ്കസ് ലിക്വിഡ്. അപ്പൊ ഹൈലി വിസ്കസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിലേക്കാണ് വീഴുന്നത് എങ്കിൽ എത്രത്തോളം ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും എന്നത് കണ്ടെത്താൻ അദ്ദേഹം പറഞ്ഞു തരുന്ന കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. എഫിന്റെ സമവാക്യം മാത്രമാണ് അവിടെ ആവശ്യമുള്ളൂ. ഡയറക്റ്റ് തരാണ് കേട്ടോ. ഡയറക്റ്റ് റിലേഷൻ ആണ് നമുക്ക് അവിടെ. ആ ഒരു വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. ആ ഒരു ബാക്ക്വേർഡ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി, റേഡിയസ് ആൻഡ് വെലോസിറ്റി. എത്ര സ്പീഡിലാണ് വരുന്നത് v. ദെൻ r, ഡയമീറ്റർ ഓഫ് ദി ബോൾ. വലിയ ബോൾ ആണെങ്കിൽ ഓപ്പോസിംഗ് ഫോഴ്സും കൂടും. അതുപോലെ തന്നെ വിസ്കോസിറ്റിന് ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ അതിനെ മൂന്നിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ സ്റ്റോക്സ് ലോ പറഞ്ഞു തരുന്നത്. അതിന്റെ ഇടയിൽ ഒരു k എന്ന വാല്യൂ ഉണ്ട്. ഈ പ്രൊപ്പോർഷണാലിറ്റി ആണ് മാറ്റുമ്പോൾ, നമ്മൾ നേരത്തെ ഇക്വേഷനിൽ r എന്നായിരുന്നു കൊടുത്തിരുന്നത്. അവിടെ അത് വേറെ എക്സ്പെരിമെന്റ് ആണ്. ഇത് k. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ എപ്പോഴും നമ്മളൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ന്യൂട്ടൺസ് ലോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാതും അങ്ങനെ തന്നെയാണ് ഇക്വേഷൻസ് ഉണ്ടാക്കുക. കെയുടെ വാല്യൂ എക്സ്പെരിമെന്റൽ വഴിയാണ് കണ്ടുപിടിക്കുക. എക്സ്പെരിമെന്റിന് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് കിട്ടിയത് 6π എന്നാണ്.
6x3.14 ചെയ്താൽ ഈ വാല്യൂ കറക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫ്ലൂയിഡ് ഫ്ലോനൊന്നും ഡയറക്റ്റ് ഡെറൈവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളത് എക്സ്പെരിമെന്റൽ വഴി കറക്റ്റ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വാല്യൂ, എക്സ്പെരിമെന്റലി കിട്ടുന്ന വാല്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് കെ ഒക്കെ ആവശ്യം വരിക. അദ്ദേഹത്തിന് കിട്ടിയ വാല്യൂ ആണ് 6π. ഇതിനെ പ്രൂവ് ചെയ്യുന്നതും ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്സ് ലോ എന്തിനാണ്, ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്സ് ലോ എന്നത് ചോദിക്കാം. ജസ്റ്റ് ആ ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കാം. വിസ്കോസിറ്റിയും ആറും ബിയും ഗുണിച്ച് ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒപ്പോസിംഗ് ഫോഴ്സ് കിട്ടും. സ്റ്റോക്സ് ലോ എന്താണ് തരുന്നത്? ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ ബാക്ക്വേർഡ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി, സ്മൂത്ത് ബോഡി ത്രൂ എ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ്. അപ്പോൾ ഒരു വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോൾ വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ ഓർക്കുക. അതിന് ഒപ്പോസിംഗ് ഫോഴ്സ് എത്ര ഉണ്ടാവും എന്ന് അറിയണം എങ്കിൽ ഇതുകൊണ്ട് ചെയ്താൽ മതി. ദാറ്റ് ഒപ്പോസിംഗ് ഫോഴ്സ് ഈക്വൽ 6π × η × r × v. ഇത്രയാണ് അവിടെ ആവശ്യം. ക്ലിയർ ആണോ നോക്കട്ടോ. ഈ ഒരു ഇക്വേഷന് ഡയറക്റ്റ് ആയിട്ട് തന്നതാണ്. അതായത് ഈറ്റയും ആറും വിയും ഗുണിച്ചാൽ വാല്യൂ കിട്ടുമെന്ന് എക്സ്പെരിമെന്റലി തെളിയിച്ച ആളാണ് സ്റ്റോക്ക്. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് സ്റ്റോക്സ് ലോ? എന്തിനാണ് സ്റ്റോക്സ് ലോ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് ഓപ്പോസിംഗ് ഫോഴ്സ് എത്രത്തോളം കിട്ടുമെന്ന്. ഓക്കെ, അതാണ് അവിടെ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ്, ടെർമിനൽ വെലോസിറ്റി. ഇനി ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു ഒബ്ജക്റ്റ് അവസാനം ഓപ്പോസിംഗ് ഫോഴ്സ് ഇല്ലാതെ ഒരു ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്. സ്റ്റോക്സ് ലോയും ഇതിനും കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഇതിനെ രണ്ട് രൂപത്തിൽ അപ്രോച്ച് ചെയ്യണം. ഒന്ന് സ്റ്റോക്സ് ലോ എക്സ്പെരിമെന്റലി അദ്ദേഹം തെളിയിച്ച ആ ഒരു രൂപവും, വേറെ രൂപത്തിൽ പറയുന്നത് ടെർമിനൽ വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ വിസ്കസ് ഫ്ലൂയിഡിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിനെ അറ്റൈൻ ചെയ്യുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് അങ്ങനെ ഒരു ലിക്വിഡിലേക്ക് വീഴുമ്പോൾ അതിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇതൊരു വിസ്കസ് ലിക്വിഡ് ആണ്. അതിലേക്ക് ഒരു ബോൾ വന്ന് താഴേക്ക് വീഴുന്നു. അപ്പൊ അതിന്റെ വെയിറ്റ് ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് W ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ദെൻ അങ്ങോട്ട് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് കൊണ്ട് ബോയൻ ഫോഴ്സ് ഉണ്ട്. എന്താ ബോയൻ ഫോഴ്സ്? പിന്നെ ബോഡി പാർഷ്യലി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് വീഴുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞിരുന്നു. അതാണ് ബി. അപ്പോൾ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ബിയും അതുപോലെ തന്നെ അതിന്റെ ഫ്രിക്ഷൻ വിസ്കസ് ഫോഴ്സും അതിന്റെ കൂടെ ഉണ്ട്. നോക്കാം ഈ ഒരു സെന്റൻസിൽ. വെയിറ്റ് ഓഫ് ദി weight of the body acting downward, then viscous force acting also in the downward direction, upward direction, then buoyant force എങ്ങനെയാണ് ഡൗൺവേർഡ്. ഈ ഒരു രണ്ട് ഭാഗം നോക്കാം. മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് ബോയൻ ഫോഴ്സും അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സ്. താഴേക്ക് ആക്ട് ചെയ്യുന്നത് വെയിറ്റ്. ഈ മൂന്ന് ടേമുകൾ വരച്ചു വെക്കുന്ന രൂപത്തിൽ പഠിക്കണം. ബോയൻ ഫോഴ്സ് എപ്പോഴും നമ്മൾ പറഞ്ഞത് മുകളിലേക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സും മുകളിലേക്കാണ് ബോളിനെ പിടിച്ച് തള്ളുന്നത്. എന്നാൽ വെയിറ്റ് നേരെ താഴേക്കാണ്. ഈ മൂന്നിൽ കൺഫ്യൂഷൻ ഉണ്ടാവും? ഒന്ന് റിപ്ലൈ എന്നേ. വെയിറ്റ് താഴേക്ക്, വി വെലോസിറ്റി ആണ്. അത് വെലോസിറ്റി 0 ആക്കിയിട്ടാണ് നമ്മൾ വെലോസിറ്റി താഴേക്കാണ്. അതായത് ഇതിന് സ്പീഡ് കൂടുമ്പോൾ ആ ഒരു വെലോസിറ്റി താഴേക്കാണ് മൂവ് ചെയ്യുക. എന്തുകൊണ്ടാണ് അവിടെ ഒരു ആരോ മാർക്ക് വി കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെലോസിറ്റി കാരണമായിട്ടുണ്ടാകുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്പീഡിന്റെ ഡയറക്ഷൻ കാണിക്കാനാണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ കൂടുതൽ വെലോസിറ്റി ഉണ്ടാവില്ല. നിലവിൽ ഏതാണോ വെലോസിറ്റി അതിലങ്ങനെ പോവായിരിക്കും ചെയ്യുക. ഈ ഒരു ബോയൻ ഫോഴ്സും ഫ്രിക്ഷനും
ഒരു ഇക്വലിബ്രിയം പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഒരേ ദിശയിലേക്ക് ബോൾ പോവുകയേ ചെയ്യുള്ളൂ. പിന്നെ അതിന് ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നേരെ തിരിച്ചു വരികയും ചെയ്യും. ബോൾ താഴേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. വെയിറ്റ് ഫസ്റ്റ് വന്ന് വീഴുമ്പോൾ വെയിറ്റ് ആയിരിക്കും അവിടെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ നേരെ താഴെ പോകും. പിന്നെ അതിന് ഒപ്പോസിങ് ഫോഴ്സുകൾ വരുമ്പോഴാണ് മുകളിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റഡി സിറ്റുവേഷനിൽ എങ്ങനെ ആയിരിക്കും എന്നതാണ് നമ്മൾ നെക്സ്റ്റ് പേജിൽ പറയാൻ പോകുന്നത്. അപ്പോ ഈ ഒരു 3 ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ബോയിൻ ഫോഴ്സ് ആണ്, ഒന്ന് വിസ്കസ് ഫോഴ്സ് ആണ്, ഒന്ന് വെയിറ്റ് ആണ്. ഇനി അതിന്റെ ഒരു ഈക്വലിബ്രിയം പൊസിഷനിൽ എല്ലാ ഫോഴ്സുകളും ഒരു ഈക്വലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ under the action of these at the same instant of net force of the system will be becomes zero without increase in the velocity. Then the body with a constant velocity is called terminal velocity. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എല്ലാം 0 ആയി വരുമ്പോൾ പിന്നെ ആ ബോഡിക്ക് ഒരു ടെർമിനൽ വെലോസിറ്റി, അതിന്റെ സ്പീഡ് ഒരു കോൺസ്റ്റന്റിൽ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ട് കൂടൂല. കാരണം വേറെ ഫോഴ്സുകൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുകയാണ്. അതിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കാണാനൊന്നും കിട്ടും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് മാറിയിട്ടുണ്ടാവും. ഈ വെയിറ്റും മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സും ബോയിൻ ഫോഴ്സും എഫക്ട് 0 ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പൊ അത് എത്രയായിരിക്കും? അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ബോയിൻ ഫോഴ്സും വെയിറ്റും ഒരുപോലെ ആയിരിക്കും. ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുത്താൽ മതി. നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സമയത്ത്, ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു 6π × η/r/v0. നേരെ മുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏത് സ്റ്റോക്സ് ലോയിൽ നമ്മൾ പറഞ്ഞു വിസ്കസ് ഫോഴ്സ് F = 6π × η/r/v. ഇവിടെ v ഉള്ളത് v0 ആക്കിയെന്ന് മാത്രം, ടെർമിനൽ വെലോസിറ്റി. വെയിറ്റ് എന്ന് പറയുന്നത് വേറെ രൂപത്തിൽ കണ്ടുപിടിച്ചതാണ്. അത് വാല്യൂ ഇപ്പൊ തൽക്കാലം അവിടെ ഓർത്താൽ മതി. വെയിറ്റ് mg എന്നാണ് അവിടെ എടുത്തിട്ടുള്ളത്. g അവിടെ ഉണ്ട്. m-നെ 4π3πr³ അവിടെ അത് നമ്മൾ ഡെൻസിറ്റിയിൽ നിന്ന് എടുത്തതാണ്. ഡെൻസിറ്റിന്റെ വോളിയം ചെയ്യുമ്പോഴാണ് m കിട്ടുന്നത്. ആ m ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് കൂടുതൽ ആലോചിച്ച് പോണ്ട. വെയിറ്റ് എന്ന് പറയുന്നത് 4/3πr³ ρg. അതുപോലെ ബോയിൻ ഫോഴ്സും ഈ വെയിറ്റും സെയിം ആണ്. എപ്പോ ഒരു ഒബ്ജക്റ്റിന് താഴെ മുക്കിക്കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റും അതിന്റെ ബോയിൻ ഫോഴ്സ് സെയിം ആണെന്ന് ആർക്കിമിഡീസ് ആണ് പറഞ്ഞു തന്നത്. ഓക്കെ, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിന്റെ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഇമേഴ്സ് ചെയ്യുന്നതും സെയിം ആണ് എന്നുള്ളത് ആർക്കിമിഡീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും സെയിം എടുത്തത്. പക്ഷെ ഒന്നിന് ഡെൻസിറ്റി റോ ആണ്, മറ്റേതിന് ഡെൻസിറ്റി സിഗ്മയാണ് എന്നുള്ളത് ഓർക്കുക. ഒന്നാം ഒബ്ജക്റ്റിന്റെ ആണ്, ഒന്ന് ലിക്വിഡിന്റെ ആണ്. ഇവിടെ രണ്ട് റോയും സിഗ്മയും കണ്ടല്ലോ. മൈക്ക് മ്യൂട്ട് ചെയ്യാട്ടോ. റോയും സിഗ്മയും കണ്ടിരുന്നല്ലോ. ആ റോയും സിഗ്മയും എന്താണ് എന്നുള്ളത് നോക്കുക. ഒന്ന് ഡെൻസിറ്റി ആണ്, ഒന്ന് ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ആണ്, ഒന്ന് ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. അതുകൊണ്ടാണ് രണ്ടും സെയിം ആണ്. പക്ഷെ ഒന്നാ വന്ന് വീഴുന്ന ബോളിന്റെ ഡെൻസിറ്റി, ഒന്ന് ലിക്വിഡിന്റെ ഡെൻസിറ്റി. അതുകൊണ്ടാണ് സിഗ്മയും റോയും എടുത്തത്. അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ വെലോസിറ്റി കിട്ടും. കിട്ടുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കുക. ഇത് രണ്ടും സെയിം ആണ്. ബോയിൻ ഫോഴ്സും അതുപോലെ തന്നെ വെയിറ്റും സെയിം ആണ് എന്ന് ആർക്കിമിഡീസ് ആണ് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ എഴുതിയിട്ടുള്ളത്. ശരിക്കും നോക്കി രണ്ടും ഒന്നാണ് കരുതും, പക്ഷെ ഒന്നല്ല. ഒന്ന് സിഗ്മയും ഒന്ന് റോയും ആണ്. അതുകൊണ്ട് മൈനസ് ചെയ്താല് നമുക്ക് അവസാനം കിട്ടുന്ന ഇക്വേഷൻ 6π ക്യാൻസൽ, അവിടെ പൈകളൊക്കെ ക്യാൻസൽ ചെയ്ത് ആറിനെയും ക്യാൻസൽ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഫൈനൽ ഇക്വേഷൻ ആണ്. റീഅറേഞ്ച്മെന്റ് ഞാൻ ചെയ്യുന്നില്ല, സ്പേസ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് ഇനി ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് കിട്ടും കേട്ടോ. എഴുതാനുള്ള സ്പേസ് കുറവായതുകൊണ്ടാണ് ചെയ്യാൻ പോകാത്തത്. ഈ 3യും ഔട്ട് സൈഡ് എടുത്തിട്ട് പുറത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിന്
ഈ ഒരു 6നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 ആവും. 6 into 9 ആവും. ദെൻ ഒരു 6 കട്ട് ചെയ്യും. അങ്ങനെയാണ് അവസാനം V0 എന്ന് പറയുന്ന വാല്യൂ 2r² റോ മൈനസ് സിഗ്മ g ഡിവൈഡഡ് ബൈ 9 ഈറ്റ. അത്ര പ്രാധാന്യത്തോടു കൂടി ചോദിക്കാറൊന്നുമില്ലെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു വെലോസിറ്റി ആണ് ടെർമിനൽ വെലോസിറ്റി എന്നുള്ള രൂപത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻസിന് കൂടുതൽ പ്രാധാന്യം. ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റോക്സ് ലോ. പാരച്യൂട്ട്. നമ്മൾ പാരച്യൂട്ടിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു എയറോപ്ലെയിനിൽ ഒരാൾ ചാടാന്ന് വിചാരിച്ചു. ചാടുന്ന സമയത്ത് എയറിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. എയറോപ്ലെയിന് താഴെ വീഴുമ്പോൾ എയർ ഉണ്ട്. എയർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഫ്ലൂയിഡിലൂടെ നമ്മളിങ്ങനെ നേരെ താഴെ വീണ് കഴിഞ്ഞാല് ആദ്യമൊക്കെ നല്ല സ്പീഡ് കൂടി വരും. പിന്നെ ഒരു ടെർമിനൽ വെലോസിറ്റിയിലെത്തും. പിന്നെ സ്പീഡ് നേരെ ഒരു കോൺസ്റ്റന്റിലാണ് വരിക. അങ്ങനെ കോൺസ്റ്റന്റിൽ വന്ന് ഏത് സമയത്ത് പാരച്യൂട്ട് ഓപ്പൺ ആക്കണം എന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ സഹായിക്കും. ടെർമിനൽ വെലോസിറ്റി എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10,500 അല്ലെങ്കിൽ 1,500 കിലോമീറ്റർ മുകളിൽ നിന്നൊക്കെയാണ്, കിലോമീറ്റർ ഉണ്ടാവില്ല, 1,500 മുകളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എയറോപ്ലെയിന് ഫ്ലോ ചെയ്യുന്നത്. എയറോപ്ലെയിനിൽ ജമ്പ് ചെയ്യുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് കറക്റ്റ് അറിയാൻ പറ്റും. എയറോപ്ലെയിനിന് എത്ര സമയത്ത് നമ്മൾ പാരച്യൂട്ട് ഓപ്പൺ ആക്കണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അവിടെ ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ചാണ് അവര് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ചാടി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, പാരച്യൂട്ട് ഓപ്പൺ ആക്കും. അപ്പോൾ പാരച്യൂട്ട് ഏകദേശം ഒരു സർഫേസിന്റെ അടുത്തെത്തുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ പറന്ന് എവിടെ ഡെസ്റ്റിനേഷൻ ഇറങ്ങാൻ പറ്റും. അല്ലാതെ എയറോപ്ലെയിനിൽ ചാടി ഉടനെ പാരച്യൂട്ട് ഓപ്പൺ ആക്കിയാൽ പിന്നെ ആ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയേ ചെയ്യുള്ളൂ, താഴേക്ക് എത്തൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ടെർമിനൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. പക്ഷെ ഒരു ഫ്ലൂയിഡിലൂടെ ജമ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് വരിക. അതുപോലെ തന്നെ ഒരു റെയിൻ ഡ്രോപ്പ്, വെലോസിറ്റി ഓഫ് റെയിൻ ഡ്രോപ്പ്. മഴത്തുള്ളി വീഴുകയാണ്. മഴത്തുള്ളി നേരെ മുകളിൽ നിന്ന് വീഴുമ്പോൾ വായുവിലൂടെയാണ് വരുന്നത്. വായു ഒരു ഫ്ലൂയിഡ് ആണ്, എയർ ഒരു ഫ്ലൂയിഡ് ആണ്. അപ്പോഴും മേഘത്തിൽ നിന്ന് വരുമ്പോൾ, ക്ലൗഡിൽ നിന്ന് റെയിൻ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല സ്പീഡ് കൂടി വരും. നിശ്ചിത ദൂരം കഴിഞ്ഞാൽ പിന്നെ ഒരേ സ്പീഡിലാണ് എല്ലാ മഴത്തുള്ളികളും വരിക അല്ലെ. മാസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഒരേ വെലോസിറ്റിയിലാണ് വരിക അല്ലെ. വലിയ വെള്ളത്തുള്ളി ആണെങ്കിലും ചെറിയ വെള്ളത്തുള്ളി ആണെങ്കിലും ഒക്കെ മഴ എല്ലാ തുള്ളികളും ഒരേ സ്പീഡിലാണ് വരിക. കാരണം അത് ടെർമിനൽ വെലോസിറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്ലിക്കേഷൻ എവിടെ വരുന്നത് മനസ്സിലായോ? ഹലോ, ചായ ഉണ്ടാക്കാൻ പോയോ? ഒരു റിപ്ലൈ എന്നേ. ഓക്കെ. അപ്പൊ അപ്ലിക്കേഷൻ എവിടെ വരുന്നത് മനസ്സിലായോ? സ്റ്റോക്സ് ലോയുടെ അപ്ലിക്കേഷൻ ആണ് പാരച്യൂട്ട് ഡൈവ് ചെയ്യുന്ന സമയത്ത്. പാരച്യൂട്ടിൽ നിന്നും ഒരു പ്ലെയിനിൽ നിന്ന് താഴെ വീഴുമ്പോൾ പാരച്യൂട്ട് എപ്പോഴും ഓപ്പൺ ആക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ടെർമിനൽ വെലോസിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ റെയിൻ ഡ്രോപ്പും ഒരു നിശ്ചിത വെലോസിറ്റിയിലേക്ക് വരുന്നു. എല്ലാ റെയിൻ ഡ്രോപ്പും ഒരേ രൂപത്തിലാണ് ഉണ്ടാവുക, ഒരേ വെലോസിറ്റിയിൽ. അതിനൊരു ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ സിഗ്മ എന്ന് പറയുന്നത് വെള്ളത്തുള്ളിയുടെ ഡെൻസിറ്റിയും റോ എന്ന് പറയുന്നത് എയറിന്റെ ഡെൻസിറ്റിയും ആയിരിക്കും. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, ഒന്ന് വരുന്ന ആളും ഒന്ന് ആ ഫ്ലൂയിഡ് ഏതാണോ അതാണ് റോയും സിഗ്മയും. അവയുടെ ഡെൻസിറ്റികളുടെ തമ്മിലുള്ള ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നന്നായിട്ട് ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്തിട്ട് മൈൻഡിൽ വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാവുന്ന ഭാഗങ്ങൾ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ കൂടി അവിടെ നമുക്ക് നോക്കാനുണ്ട്. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. നോക്കുക, ബെർണോളിസ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. The velocity of a fluid is high, the pressure is low. Where the velocity
ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഹൈ, ദ പ്രഷർ ഈസ് ലോ. എവിടെയാണോ വെലോസിറ്റി കുറവ് അവിടെ പ്രഷർ കൂടും. വേർ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ലെസ്, പ്രഷർ ഈസ് ഹൈ. എവിടെ വെലോസിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ തരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ആവശ്യം. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത്. വേർ ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ഹൈ, the pressure is low, or the velocity of fluid is low, pressure is high. പ്രഷറും അതുപോലെ തന്നെ സ്പീഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷനും ഉണ്ട്. Then energy of the flowing fluid. Energy of the flowing fluid. ഒരു ഫ്ലൂയിഡിന്റെ എനർജി എത്രയായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെയും എനർജി ഓഫ് ദി ഫ്ലൂയിഡ് കിട്ടുന്നത്. രണ്ട് തരത്തിലുള്ള എനർജി, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അതിന് പുറമെ ഫ്ലൂയിഡിന് ഉള്ള എനർജിയാണ് പ്രഷർ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മൂവ് ചെയ്യുന്നത് കൊണ്ടും അതിന്റെ പൊസിഷൻ കാരണവും ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ലിക്വിഡ്സിന്റെ കേസിൽ പ്രഷർ എനർജി ഉണ്ട്. പ്രഷർ എനർജി എന്താണ്? പ്രഷർ എനർജി എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന്റെ മാസ് എമ്മും ഇതിന്റെ ഡെൻസിറ്റി ഡിയും ആണ് എങ്കിൽ, അതുപോലെ തന്നെ പ്രഷർ പിയും ആണ് എങ്കിൽ, പി ഇൻറ്റു എം ബൈ ഡി, മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു പ്രഷർ. മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്താണ്? വി നോ ദാറ്റ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കിക്കോ. മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് മാസ് ബൈ വോളിയാണ്. അപ്പൊ എം ബൈ ഡി എന്ന് പറഞ്ഞാൽ വോളിയം ആണ് കേട്ടോ. എം ബൈ ഡി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് അവിടെ വരുന്നത്. പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒറിജിനൽ പ്രഷർ എന്താണോ അതിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പ്രഷർ എനർജി കിട്ടും എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഷർ എനർജി എന്ന് പറഞ്ഞ ഒരു എനർജി ഉണ്ട് എന്നുള്ളതും അതാണ് ഫ്ലൂയിഡിന്റെ ഈ ഒരു വെലോസിറ്റി ചേഞ്ചുകളൊക്കെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതും ആണ് അവിടുന്ന് മനസ്സിലാവേണ്ടത്. പ്രഷർ എനർജിയുടെ സമവാക്യം പ്രഷർ ഇൻറ്റു എം ബൈ ഡി ജൂളാണ്. ജൂളാണ് എനർജിയുടെയും അതിന്റെയും യൂണിറ്റ്. ദെൻ യൂണിറ്റ് മാസ് ആണെങ്കിൽ പി ബൈ ഡി ആയിരിക്കും എനർജി എന്നുള്ളതും ഓർത്തിരിക്കാം. ഇനി ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ബെർണോളി സയന്റിസ്റ്റ് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവിടെയും എനർജി കൺസർവേഷൻ തന്നെയാണ് അദ്ദേഹവും അവിടെ യൂസ് ചെയ്തത്. ഒരു കംപ്രസിബിൾ അല്ലാത്ത, കംപ്രഷൻ ഒന്നും കൊടുക്കാത്ത, നമ്മുടെ വീട്ടിൽ ചില വീടുകളിലോ അല്ലെങ്കിൽ ചില ബിൽഡിങ്സിലൊക്കെ കംപ്രഷർ ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഒന്നുകൂടി പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്രസർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ കംപ്രഷൻ ഒന്നും ഫിറ്റ് ചെയ്യാത്ത സമയത്ത് ഫ്ലൂയിഡ് മസ്റ്റ് ബി ഇൻകംപ്രസിബിൾ. അതുപോലെ തന്നെ നോൺ വിസ്കസ്, കൂടുതൽ വിസ്കോസിറ്റി കൂടുതലുള്ളതല്ല, സ്ട്രീം ലൈൻഡ് ഫ്ലോയും ആണെങ്കിൽ ഒരു പൈപ്പിലൂടെ പോകുന്ന വെള്ളത്തിന്റെ പ്രഷറും അതുപോലെ തന്നെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പ്രഷർ എനർജി അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇത് മൂന്നും കൂട്ടിയാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. നമ്മൾ സാധാരണ സോളിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജീസ് കോൺസ്റ്റന്റ് എന്നായിരുന്നു പഠിച്ചത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തത്. ഓർമ്മയുണ്ടോ നോക്കാം. ഒരു ബോൾ താഴെ വീഴുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൂട്ടിയാൽ കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ലിക്വിഡിന്റെ കേസിൽ അതിനേക്കാൾ ഒരു എനർജിയും കൂടി ഉണ്ട്. അതാണ് പ്രഷർ എനർജി എന്നും അദ്ദേഹം തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ ഒരു ലിക്വിഡിന്റെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിയാൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷനിലേക്ക് നമ്മൾ വരികയാണ്. ആ ഒരു പൈപ്പിന്റെ ഓരോ ഭാഗത്തും പ്രഷർ എന്താണ്, വെലോസിറ്റി എന്താണ്, V1 ആണ്, ഏരിയ എന്താണ്, A2 ആണ്, ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നത്, Hലാണ് എന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇക്വേഷൻ ആണ് പ്രാധാന്യം. അദ്ദേഹം പറഞ്ഞ ഇക്വേഷൻ എന്താ നോക്കുക. ഇതൊരു ബോക്സിലാക്കി എഴുതി വെക്കുക. P is equal to 1/2 dV square plus HdG is equal to a constant, the sum of the pressure energy. ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളിസ് ഇക്വേഷൻ എന്താന്നുള്ള എഴുതി ചോദിക്കുമ്പോൾ മിനിമം നമ്മൾ എഴുതി വെക്കേണ്ടത് സം ഓഫ് പ്രഷർ എനർജി
കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇസ് കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചാൽ ഓൾമോസ്റ്റ് കിട്ടേണ്ട മാർക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലാണോ ചോദിച്ചത് എന്നതിനനുസരിച്ച് എഴുതിയാൽ മതി. മിനിമം നമ്മൾ എഴുതേണ്ട വാല്യൂ എന്താണ്? ബെർണോളിസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഇനി അത് ഏത് കണ്ടീഷനിലാണ്? സ്ട്രീം ലൈൻഡ് ഫ്ലോ ആണ് വേണ്ടത്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം, നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഇത് മൂന്നും സമ്മ് ചെയ്താൽ കോൺസ്റ്റന്റ് കിട്ടുമെന്ന് ബെർണോളിയാണ് പറഞ്ഞു തന്നത്. അപ്പോ നമ്മൾ സാധാരണ പറയുന്ന അവിടെ ഒരു പ്രഷറും കൂടി ഫ്ലൂയിഡിന് കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ പ്രഷർ കുറവ് അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും എന്നുള്ള രൂപത്തിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും ഓർക്ക്. അപ്പൊ ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഷർ എനർജി പ്ലസ് ഹാഫ് mv² ആണ് ശരിക്കും dv² ആയിട്ടുള്ളത്. ഓക്കെ, അത് കട്ട് ചെയ്ത് പോയതാണ് എം ഒക്കെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ. ഫൈനലി ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഡിഗ്രിയിൽ ഫൈനലിലൊക്കെ നിങ്ങൾ എം വെച്ചിട്ടുള്ളതൊക്കെ പഠിച്ചോളൂ. ഇപ്പോൾ ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ, അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. പി ഈക്വൽ ടു ഹാഫ് dv² പ്ലസ് HdV is a constant എന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇനി അതിന്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നും കൂടി നോക്കിയാൽ ഈ ചാപ്റ്റർ ഏകദേശം വൈൻഡപ്പ് ആവും. അതുകൊണ്ട് അതും കൂടി ജസ്റ്റ് നോക്കാം, എക്സാമ്പിൾസ് നോക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. പ്രഷർ എനർജി, ദ സം ഓഫ് ദി പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി of a fluid is a constant in streamlined motion. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, പക്ഷെ പ്രധാനപ്പെട്ടതാണ്. അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ എന്താണ്? ഫ്ലോ മീറ്റർ അല്ലെങ്കിൽ വെന്ററി മീറ്റർ. നമ്മൾ പ്രഷർ ഇതുപോലെ തന്നെയാണ് നമ്മളെ മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെന്റ് സ്പ്രേ. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, സ്പ്രേ അങ്ങനെയാണല്ലോ. അതെങ്ങനെയാണ് എന്നുള്ളതാണ്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളതാണ് നോക്കുന്നത്. അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഫൈൻഡ്സ് മെനി അപ്ലിക്കേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. സം കോമൺലി ഒബ്സർവ്ഡ് ഫിനോമിനയിൽ ഒന്നാണ് വെന്ററി മീറ്റർ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കുമ്പോൾ നല്ല സ്പീഡിലുള്ള വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ സെന്റിന്റെ സ്പ്രേ കുപ്പി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പ്രഷർ ഒരു ഭാഗത്ത് കൊടുക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് വോളിയം കുറയും. വോളിയം കുറഞ്ഞിടത്തേക്ക് മുകളിലേക്ക് വെള്ളം കയറി വരും. അങ്ങനെയാണ് സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഈക്വേഷൻസ് വേണ്ട, ഇതിന്റെ അപ്ലിക്കേഷൻസ് മതി. ആറ്റമൈസർ. അപ്പൊ നിങ്ങളുടെ ഇവിടെ നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇതാണ് സ്പ്രേ കുപ്പി. മൂന്നും എല്ലാത്തിന്റെയും സെയിം ആണ് കേട്ടോ, ഏകദേശം പ്രിൻസിപ്പിൾ സെയിം ആണ്. അറ്റോമൈസർ ആണെങ്കിലും സ്പ്രേ ഗൺ ആണെങ്കിലും ബൺസൺ ബർണർ ആണെങ്കിലും ദെൻ കാർബ്യൂട്ടർ, ഇതൊക്കെ ഒരേ പ്രിൻസിപ്പിൾ ആണ്. നമ്മളൊരു പ്രഷർ കൊടുത്ത് അവിടെ ഒരു വോളിയം ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. സ്പ്രേ ഗണ്ണ് മാത്രം നോക്കുക, എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. വെൻ ദ പിസ്റ്റൺ ഈസ് മൂവ്ഡ് ഇൻ, നമ്മൾ ഒരു പിസ്റ്റൺ, ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സ്പ്രേ കുപ്പി ആണെങ്കിൽ സ്പ്രേയുടെ മുകളിലുള്ള ഒരു പിന്ന്, അതാണ് പിസ്റ്റൺ. മൂവ് ഇൻ, നമ്മൾ അതിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഇറ്റ് ബ്ലോസ് ദ എയർ ഔട്ട് ഓഫ് ദി നാരോ ഹോൾ. നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ഹോളിലൂടെ സ്പ്രേ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. വിത്ത് ലാർജർ വെലോസിറ്റി ക്രിയേറ്റിംഗ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ ഇൻ ഇറ്റ്സ് നൈബർഹുഡ്. അപ്പോൾ നമ്മൾ അവിടെ പ്രഷർ കൊടുക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്ത് ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യാണ്. ദ ലിക്വിഡ് ഇൻസെൻസ്, അതായത് നമ്മുടെ സെന്റ് sucked through a narrow tube attached to the vessel and having an opening just below O എന്ന് പറയുന്ന ആ ഒരു പോർഷന്റെ ജസ്റ്റ് താഴെയിലൂടെയാണ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ലിക്വിഡ് ഓൺ റീച്ചിങ് ദ എൻഡ് ഗെറ്റ് സ്പ്രേഡ് ബൈ ഔട്ട് ബ്ലോയിങ് ദിസ് എയർ. അപ്പോൾ പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പ്രഷർ ലോയും ഒരു ഭാഗത്ത് പ്രഷർ ഹൈ റീജിയണും ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കലി വാട്ടർ കയറുന്നു, അത് സ്പ്രേ ചെയ്യുന്നു. ഇങ്ങനെയാണ് മുകളിലേക്ക് വെള്ളം കയറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അപ്ലിക്കേഷൻ. ഒരു അപ്ലിക്കേഷൻ കൂടി പ്രധാനമുണ്ട്.
എയർഫോയിൽ. എയറോപ്ലെയിനിന്റെ മുകളിലേക്ക് ഒരു ലിഫ്റ്റിംഗ് പ്രഷറും അതുപോലെ തന്നെ സ്പിന്നിങ് ബാള്, ക്രിക്കറ്റ് ബാൾ എറിയുന്ന സമയത്ത് സ്പിന്ന് ചെയ്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നോർമലി മൂവ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി മുകളിലേക്ക് മൂവ് ചെയ്യുകയും വേഗത്തിൽ ഔട്ടാക്കാൻ സാധിക്കുകയും ചെയ്യാറുണ്ട്. ചില ബൗളർമാരൊക്കെ സ്പിന്നിങ് ബോളിലാണ് കറക്റ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാ തിരിയാന്ന് പറയാൻ പറ്റില്ല, എയറിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെ നേരെ കുറ്റിമക്ക് ആക്കാരം കൊള്ളുക. അവിടെ ഏത് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്? അവിടെയും ഇവിടെ ഈ ഒരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ എയറോഫോയിൽ ഫോഴ്സ് കാരണം മുകളിലേക്ക് ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എയറോപ്ലെയിൻ ആ ഒരു ഷേപ്പ് കാരണം ഓട്ടോമാറ്റിക്കലി ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ, റൺവേയിലൂടെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു അപ്പ് ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. പ്രഷർ ഡിഫറൻസ് കാരണമാണ്, എയറിന്റെ ഒരു ഫ്ലോ കാരണം കിട്ടുന്നതാണ്, സ്പിന്നിങ് കൊണ്ട് കിട്ടുന്നതാണ്. അവിടെയും ഈ ഒരു ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം. ഇത് രണ്ടുമാണ് സാധാരണ കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റുന്നതും, എക്സാമ്പിൾ പറഞ്ഞാൽ എഴുതാൻ പറ്റുന്നതും കൂടുതൽ ചോദിക്കുന്നതും ഇതാണ്. വെൻ എ സോളിഡ് ഈസ് മൂവ്സ് ഇൻ എയർ, ഒരു സോളിഡ് വസ്തു മുകളിൽ എയറിലൂടെ മൂവ് ചെയ്യാണ്. സ്ട്രീം ലൈൻസ് ആർ ഫോംഡ്, അതിന്റെ മുകളിലൂടെ എന്ത് ചെയ്യും? എയറിന്റെ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുമല്ലോ, എയറിന്റെ ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. ദ ഷേപ്പ് ഓഫ് ദി ബോഡി ഓഫ് ദി എയറോപ്ലെയിൻ ഈസ് ഡിസൈൻ സ്പെഷ്യലി ആസ് ഷോൺ. എയറോപ്ലെയിനും കാറാണെങ്കിലൊക്കെ ഒരു മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത രൂപത്തിലാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. എന്താണത്? വെൻ ദ എയറോപ്ലെയിൻ റൺസ് ഇൻ ഓൺ ദ വേ, റൺവേയിൽ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഹൈ വെലോസിറ്റി സ്ട്രീം ലൈൻസ് ഓഫ് എയർ ആർ ഫോംഡ്. നല്ല സ്പീഡിൽ പോകുന്ന എയർ അല്ലേ, ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ കാരണം എയർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും, സ്ട്രീം ലൈൻ അവിടെ ഉണ്ടാവുന്നു. ഡ്യൂ ടു ക്രൗഡിങ് ഓഫ് മോർ സ്ട്രീം ലൈൻസ് ഓൺ ദ അപ്പർ സൈഡ്. ഈ ഒരു ഷേപ്പ് കാരണം കൂടുതൽ വായുവും മുകളിലൂടെയാണ് ഫ്ലോ ചെയ്യുക. കാരണം എയർ ഇങ്ങനെ കൂർത്തിട്ട് ഇങ്ങനെ താഴേക്കല്ല നിൽക്കുന്നത്, എയറോപ്ലെയിന്റെ കൂർപ്പ് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് നിൽക്കുന്നു. അപ്പൊ മുകളിലൂടെ കൂടുതൽ എയർ ഫ്ലോ ചെയ്യും. അങ്ങനെ ഒരു കൂടുതൽ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. വെൻ ദ എയറോപ്ലെയിൻസ് റൺ ഓൺ ഇറ്റ്സ് റൺവേ ഹൈ വെലോസിറ്റി സ്ട്രീം ലൈൻസ് ആർ ഫോംഡ്. അണ്ടർലൈൻ ചെയ്യണം, ഡ്യൂ ടു ക്രൗഡിങ് ഓഫ് മോർ സ്ട്രീം ലൈൻസ് ഓൺ ദ അപ്പർ സൈഡ്. താഴേക്ക് ഇങ്ങനെ കൂർത്തിരിക്കുന്നതുകൊണ്ട് ഫുൾ എയർ മുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റീജിയൻ ഓഫ് മോർ വെലോസിറ്റി ആൻഡ് ഹെൻസ് കമ്പാരിറ്റീവ്ലി ലോ പ്രഷർ റീജിയൻ. അപ്പൊ അവിടെ ഹൈ വെലോസിറ്റിയിലുള്ള എന്ത് ചെയ്യുന്നു? ഹൈ വെലോസിറ്റിയിലുള്ള എയർ ഉണ്ട്. അപ്പൊ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കുറവാണ് എന്നാണ് ബെർണോളി പറഞ്ഞത്. ദിസ് ഇസ് ക്രിയേറ്റ് എ പ്രഷർ ഡിഫറൻസ്. അത് കാരണം അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നു. ആ കാരണം എന്ത് ചെയ്യും? മുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി എവിടേക്കാണോ പ്രഷർ കുറവ് ആ ഭാഗത്തേക്ക് എയർ ഫ്ലോ ചെയ്യും, മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. എയറോപ്ലെയിന് ജസ്റ്റ് പൊങ്ങാൻ സഹായിക്കും. ബേസ്ഡ് ഓൺ ദിസ് very principle, the region of high velocity due to crowding of steam lines are in the region of low pressure flowing and it is interested. അപ്പോൾ ഇവിടെ നമുക്ക് എയറോപ്ലെയിന്റെ അപ്ലിഫ്റ്റ്, മുകളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രഷർ, അത് എയർ തള്ളുന്നതാണ്. കാരണം മുകളിൽ ഒരു ഹൈ സ്പീഡിൽ പോകുന്ന, ഹൈ വെലോസിറ്റിയിൽ പോകുന്ന എയർ പാർട്ടിക്കിൾസ് കാരണം അവിടെ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. എവിടെയാണോ വെലോസിറ്റി കുറവ് അവിടെ എന്തായിരിക്കും? കൂടുതൽ കുറവ് പ്രഷർ ആയിരിക്കും. അപ്പൊ ആ പ്രഷർ ഡിഫറൻസ് കാരണം എയറോപ്ലെയിൻ മുകളിലേക്ക് പോകും. ഇത് തന്നെയാണ് സ്പിന്ന് ചെയ്യുന്ന ഒരു ബോളിനും സംഭവിക്കുന്നത്. എവിടെയാണോ സ്പിന്നിങ് കൂടുതൽ വരുന്നത് അവിടെ എയറിന്റെ വെലോസിറ്റി കൂടും, അപ്പൊ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി ബോൾ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ബോളിനെ സ്പിൻ ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മെസ്സിന്റെ ഗോൾ അല്ലെങ്കിൽ വളഞ്ഞടിക്കുന്ന ആ ഗോൾ ഉണ്ടല്ലോ, അപ്പൊ അതും ഇവിടെ സ്പിന്നിങ് കാരണമാണ് ബോളിനെ ഇങ്ങനെ വളച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നത്. ബോളിന് നമ്മൾ പുറത്തേക്കാണ് തോന്നും, ബാറ്റിന്റെ അല്ലെങ്കിൽ പോസ്റ്റ് കോർണറിന്റെ പുറത്തേക്കായിരിക്കും അടി പോകുന്നത്. പക്ഷെ ബോള് എന്ത് ചെയ്യും? പകുതി വെച്ചിട്ട് പിന്നെ വളഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതും സ്പിന്നിങ്ങിന്റെ പവറാണ്. ഏത് സ്പിന്ന് ചെയ്തടിക്കുമ്പോഴാണ് ബോൾ നേരെ വളഞ്ഞ് വലയിലേക്ക് തന്നെ കയറുന്നത്. അതിന്റെ റീസണും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിൽ വെച്ചോളൂ. ഇതൊക്കെ ബെർണോളിസ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. സ്പിന്നിങ് വരുമ്പോൾ അവിടെ വെലോസിറ്റി ഓഫ് എയർ കൂടും, അപ്പൊ പ്രഷർ ലോ ആവും. അങ്ങനെ ലോ പ്രഷർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് എയർ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ബോളും മൂവ് ചെയ്യും. അതാണ് അപ്ലിക്കേഷൻ.
ഇതൊക്കെ ഡാൻസിങ് ഓഫ് പിങ്ക് ബോൾ ആണ് ജെറ്റ് ഓഫ് വാട്ടർ. ഇപ്പൊ മൈസൂരിൽ പോയി കഴിഞ്ഞാൽ വാട്ടർ ഡാൻസ് ചെയ്യുന്ന കാണാൻ പറ്റും. അവിടെ എന്താ സംഭവം? അവിടെയും ഇതുപോലെ വാട്ടറിനെ സ്പിന്ന് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യും വാട്ടർ. അതും അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. വാട്ടർ വാക്യൂം പമ്പ്, ഫിൽറ്ററിംഗ് പമ്പ്, ഇതൊക്കെ തന്നെയാണ്. സോയിങ് ഓഫ് ക്രിക്കറ്റ് ബോൾ, അവിടെ കാണാം ക്രിക്കറ്റ് ബോൾ പറഞ്ഞു. ക്രിക്കറ്റ് ബോളിലും ഇവിടെ ഇതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള സ്പിൻ ചെയ്യുന്ന ഭാഗം കൂടുതൽ എയർ ഉണ്ടാവും, ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് ടോപ്പിക്കിന് പ്രാധാന്യം കൂടുതലാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതും പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മ് കോൺസ്റ്റന്റ് ആണ് എന്നും വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്രഷർ ഉണ്ടാവും എന്നതേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അപ്ലിക്കേഷന് പ്രാധാന്യം കൊടുത്തിട്ട് വേണം എഴുതാന്. അപ്പോ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പറഞ്ഞാൽ ക്ലാസ് അവസാനിപ്പിക്കാം. 1-2 എക്സാമ്പിൾസും പറഞ്ഞു തന്നാല്. ഇത്രേ ഉള്ളൂ ചാപ്റ്റർ കേട്ടോ. അവസാനത്തെ ടോപ്പിക്കിൽ കൂടുതലൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ് ആർക്കാ പറയാൻ പറ്റുക? വാട്ട് ഈസ് മീൻ ബൈ ബെർണോളിസ് പ്രിൻസിപ്പിൾ? Velocity of a fluid is high. Then The pressure is low and where the velocity of the fluid is low. pressure is high. പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി കൂടും. വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടും. മനസ്സിലായോ ഇല്ലയോ ഒന്നുകൂടി വേറൊരാളും കൂടി ആ ഒരു സംഗതി കിട്ടണം. എവിടെയാണോ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കൂടുതൽ, അവിടെ പ്രഷർ കുറവാവും എന്നാണ് ബെർണോളി പറഞ്ഞത്. ഒരാളും കൂടി. Where the velocity of a fluid is high, the pressure is low, and where the velocity of the fluid is low, pressure is high. ഹൈ. അപ്പൊ സംഗതി മനസ്സിലായോ? വെലോസിറ്റി കൂടിയ പ്രഷർ കുറയുന്ന പറഞ്ഞത്. നല്ലൊരു കണ്ടുപിടുത്താണത്. ഒരു ഫ്ലൂയിഡ് നന്നായിട്ട് സ്പീഡ് ചെയ്യുന്ന സ്ഥലത്ത് പ്രഷർ കുറവാണ്, ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വാട്ടർ വരും. നിങ്ങളൊരു കുപ്പി വെള്ളം നിറച്ചിട്ടേ, ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഫുള്ള് വെള്ളം നിറച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഊതിയാല് വെള്ളം മുകളിലേക്ക് പൊങ്ങും എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഇതിന്റെ ഈ ഭാഗത്തൂടെ നന്നായിട്ട് ഊതിയാല് സ്പീഡ് കൂടൂലേ ഫ്ലൂയിഡിന്റെ? ഊതിയാല് ഇതിന്റെ തൊട്ട് മുകളിലൂടെ. വെന്റരിമീറ്ററിന്റെ വർക്കിംഗ് അങ്ങനെയാണ്. പക്ഷെ അത് കറക്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്താലേ കിട്ടുള്ളൂ. എവിടെയാണോ സ്പീഡ് ഓഫ് ദി ഫ്ലൂയിഡ് കൂടുതൽ, ആ ഭാഗത്ത് പ്രഷർ കുറയുകയും എന്താണോ അതിന്റെ ചുറ്റുഭാഗത്തുള്ളത് ആ പ്രഷർ കുറഞ്ഞ ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതാണ് ബെർണോളി പറഞ്ഞത്. അപ്പൊ ക്രിക്കറ്റ് ബോളില്ലേ, നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോ ബോൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണ്, എങ്ങോട്ടാണോ സ്പിൻ ചെയ്യുന്നത്, ആ സ്പിൻ ചെയ്യുന്ന മുകൾ ഭാഗം കൂടുതൽ സ്പീഡിൽ വായു മൂവ് ചെയ്യും. അപ്പൊ അവിടെ പ്രഷർ കുറയും, കുറഞ്ഞ ഭാഗത്തേക്ക് ബോൾ മൂവ് ചെയ്യും. നമ്മൾ ആരും കൊണ്ടിട്ട് അവിടെ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴും ബെർണോളിസ് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് സ്പിന്ന് ചെയ്യാൻ പറയുന്നത്. ഫുട്ബോൾ ട്രെയിനർ കൊടുക്കുമ്പോൾ, പ്ലെയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കാലിൽ നിന്ന് ചെരിച്ചു വെക്കാൻ പറയും. അപ്പോ ഈ സൈഡ് ഭാഗം, കാലിന്റെ സൈഡ് ഭാഗത്ത് തട്ടിച്ച് സ്പിന്ന് ചെയ്ത് പോകണം. അവസാനമാണ് സ്പിന്നിങ് വരേണ്ടത്. ബോളിനെ ഇങ്ങനെ വിടുമ്പോ, നമ്മൾ ബോളിനെ ഇടുമ്പോഴും അവസാനം സ്പിന്ന് ചെയ്തെന്ന് അറിയുമ്പോഴാണ് സ്പിന്ന് ചെയ്യുള്ളൂ. ഫുട്ബോൾ കളിക്കുമ്പോൾ സ്പിന്ന് ചെയ്താലേ നമ്മൾ ടിൽറ്റ് ചെയ്ത് പോവുള്ളൂ. അപ്പോ ആ രൂപത്തിൽ വരണമെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതൽ സ്പീഡ് ഓഫ് എയർ വരണം. അപ്പോ ഒരു ഭാഗത്ത് സ്പീഡ് കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയും, ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊങ്ങും. അപ്പൊ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ നേരെ പോവാണ്. എയറോപ്ലെയിന് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന എയറോപ്ലെയിൻ ആണ്. ഇവിടെ ഇങ്ങനെയല്ലേ,
എയറോപ്ലെയിന്റെ ഷേപ്പ് ഇവിടെ ടയർ ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള ഫുൾ എയറും നേരെ മുകളിലേക്കാ പോകുന്നത്. അപ്പൊ ഇവിടെ നല്ല വെലോസിറ്റി കൂടും, നല്ല വെലോസിറ്റിയാ. അപ്പൊ അവിടെ പ്രഷർ കുറവാണെന്ന് അർത്ഥം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലെയിൻ എന്ത് ചെയ്യും, പൊങ്ങും. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു രൂപം കൊടുത്തിട്ടുണ്ടാവും എയറോപ്ലെയിന്. അത് അപ്പോ അവിടെ സ്പീഡ് ഓഫ് ദി എയർ കൂടുതലാവും. കാരണം അടിയിൽ നിന്ന് ഇങ്ങോട്ട് ചെത്തി എടുക്കുകയാണ് എയറിനെ. ഇവിടെയുള്ള വായുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, വായു ഉണ്ട് അവിടെ. അപ്പൊ വായുവിനെ എന്ത് ചെയ്യും, താഴെയുള്ള വായുവിനൊക്കെ മുകളിലേക്ക് ഇങ്ങോട്ട് മാറ്റാനാണ് ആ ഒരു കൂർത്ത അഗ്രം കൊടുത്തതും. കൂർത്ത അഗ്രത്തിനൊന്ന് താഴ്ഭാഗത്തേക്ക് ചെരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഫുൾ എയർ മുകളിലേക്ക് പോകും. ഇവിടെ എയറിന്റെ സ്പീഡ് കൂടുതലാണ്, നല്ല സ്പീഡിൽ പോകും. അപ്പോ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷർ കുറവാണ് എന്നാണ് ബെർണോളി പറഞ്ഞു തന്നത്. പ്രഷർ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു അപ്ലിഫ്റ്റ് കിട്ടും. ആ അപ്ലിഫ്റ്റുമാണ് എയറോപ്ലെയിന് പൊങ്ങുന്നത്. പിന്നെ ആ അപ്ലിഫ്റ്റ് അങ്ങനെ മുകളിലേക്ക് എത്തുന്നതിനെ പൊങ്ങി നേരെ സ്റ്റഡി ആക്കി. അത് മാത്രമല്ല, വിങ്സിലൊക്കെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. വിങ്സും ഇതിനെ സഹായിക്കുന്നുണ്ട്. വിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, ചെരിച്ചു വെക്കുന്നുണ്ട്. എയറോപ്ലെയിന്റെ വിങ്സ് ഇങ്ങനെ ചെരിച്ചിട്ടല്ലേ ദിശ മാറ്റുന്നത്. അപ്പൊ ഒന്നുകൂടി പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ചിറക് താഴ്ത്തുക ചെയ്യാം. ചിറക് താഴ്ത്തുമ്പോ ശരിക്കും എയർ മുകൾക്ക് വന്നിട്ട് താഴേക്കല്ല പോകേണ്ടത് നമ്മൾ ചിന്തിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് താഴ്ത്തുന്നത്, ചിറക് ഇങ്ങനെ താഴ്ത്തുമ്പോൾ എയർ ഫ്ലോ മുകളിലേക്ക് കൂടും. എയർ ഫ്ലോ കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഓരോ ഭാഗത്തും ഓരോ ഫംഗ്ഷൻ ആയിരിക്കും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ എയറോപ്ലെയിൻ താഴെ പോവുകയും ചെയ്യും. ചിറകിനൊക്കെ വേറെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പൊങ്ങുന്ന ലിസ്റ്റിങ്ങുകൾ ഈ രൂപത്തിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കട്ടോ. അതാണ് ബെർണോളി പറഞ്ഞത്. ക്ലിയർ ആണോ? സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാറാ നോട്ട്സ് ഇട്ട് തരണേ കഴിഞ്ഞ ദിവസത്തെ കൂട്ട്. ഓക്കെ. ഗുഡ് ബൈ. താങ്ക് യു.